അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ റജബിൻ്റെ ശ്രേഷ്ഠത എത്ര പറഞ്ഞാലും അവസാനിക്കുന്നതോ തീരുന്നതോ അല്ല. അത്രമാത്രം ശ്രേഷ്ഠതകളുടെ കലവറയാണ് റജബ് മാസം. റജബ് അള്ളാഹുവിൻ്റെ മാസം. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ റജബ് അള്ളാഹുവിൻ്റെ മാസമാണെന്ന്, അതുപോലെ ശഅബാൻ എൻ്റെ മാസമാണെന്നും, റമളാൻ സമുദായത്തിൻ്റെ മാസമാണെന്നും ഉമ്മത്തിൻ്റെ മാസമാണെന്നും എന്നുള്ള വചനം അത് മാത്രം മതി ശ്രേഷ്ഠതയുടെ, പവിത്രതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് വെള്ളമായാലും ആയാലും ഭക്ഷണമായാലും ആരോഗ്യമായാലും എന്തെല്ലാം കാര്യങ്ങളാണോ അതെല്ലാം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ഒരു മാസത്തെ ചേർത്തി പറഞ്ഞെങ്കിൽ പിന്നെ ആ മാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിലേക്ക് നാം എല്ലാവരും അടുക്കേണ്ടവരാണ്, അകന്നു പോകേണ്ടവരല്ല. അള്ളാഹുവിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് അടുക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അടുക്കണം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, അവരോട് നമ്മൾ എങ്ങനെ അടുത്തു നിൽക്കുന്നോ, അവരോട് എങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നോ അതുപോലെയുള്ളൂ തിരിച്ച് ഇങ്ങോട്ടുമുള്ള സ്നേഹം. സ്നേഹിക്കാതെ ഒന്നും കിട്ടില്ല. മാതാപിതാക്കളെ അതിരിട്ട് സ്നേഹിക്കണം, ഭാര്യമാരെ അങ്ങനെ തന്നെ സ്നേഹിക്കണം, മക്കളുമാരെയും സ്നേഹിക്കണം. അവരോട് സ്നേഹപ്രകടനം നടത്തിയെങ്കിൽ മാത്രമേ അതുപോലെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായ സഹകരണങ്ങളും സ്നേഹബഹുമാനങ്ങളും ഉണ്ടാവുകയുള്ളൂ. എന്നതുപോലെ അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ കരുണയും റഹ്മത്തും നിഅമത്തൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് ഒട്ടി നിൽക്കണം, അള്ളാഹുവിനോട് അടുത്ത് നിൽക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ മാനിക്കണം, ആരാധനകൾ നല്ലപോലെ ചെയ്യണം. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളിലൂടെ, ആഴ്ചകളിലൂടെ, ദിവസങ്ങളിലൂടെ, മണിക്കൂറുകളിലൂടെ, മിനിറ്റുകളിലൂടെ പല പല സന്ദർഭങ്ങളിലും ആരാധനകൾക്കും ഇബാദത്തുകൾക്കും ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ കൂടുതൽ റബ്ബിലേക്ക് അടുക്കണം. റജബ് എന്ന് പറയുമ്പോൾ 3 അക്ഷരമാണ്. ആ 3 അക്ഷരത്തിൽ ഒന്നാമത്തെ അക്ഷരം റാ ആണ്. റാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചന നൽകുന്നത് റഹ്മത്ത്. റജബ് എന്നുള്ള റാ അത് റഹ്മത്തിലേക്ക് കുറിക്കുന്നു. ജീമ് എന്നത് ജൂദ്, ധർമ്മം. ബാ ബിറ്, ഗുണം, മഹത്തുക്കൾ പറയുകയാണ്. അപ്പോൾ റഹ്മത്തിലൂടെ, ധർമ്മത്തിലൂടെ ഗുണം ചെയ്യാനാണ് അല്ലാഹു തആല ഈ മാസത്തിൻ്റെ പേരുവെക്കലോടുകൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ മാസമായ റജബിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ധാരാളം കർമ്മങ്ങൾ, ധാരാളം ആരാധനകൾ, ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. മഹാനായ അബ്ദുറഹ്മാൻ സുഫൂരി റളിയല്ലാഹു അൻഹു പറയുന്നത്, റജബ് മാസം സൽക്രമങ്ങളുടെ എല്ലാ കേന്ദ്രവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വയലിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥലങ്ങളിൽ വിത്ത് നടുമ്പോൾ ആ വിത്ത് നല്ലതുപോലെ നോക്കണം. ആ വിത്ത് എങ്ങനത്തെ വിത്താണ് എന്ന്. ആ വിത്ത് നട്ട് കഴിഞ്ഞാൽ എൻ്റെ ജോലി അവസാനിച്ചു എന്ന് പറഞ്ഞ് പോകലല്ല, അതിന് വേണ്ട രൂപത്തിൽ നനച്ച് വെള്ളം കൊടുത്ത് അതിനെ നല്ലതുപോലെ വളർത്തിയെങ്കിൽ മാത്രമേ നല്ല വിഭവങ്ങൾ കൊയ്യാൻ കഴിയുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ പറയുന്നത് റജബ് മാസം എന്ന് പറഞ്ഞാൽ വിത്ത് കുഴിച്ചിടേണ്ട മാസമാണ്, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട സമയമാണ്. ശഅബാൻ ആ വിത്തിന് വെള്ളം നൽകേണ്ട മാസമാണ്. റമളാൻ ആ വിത്തിലൂടെ വളർന്നു വന്ന, ആരാധനകളിലൂടെ വിത്തുകളിലൂടെ വളർന്നു വന്ന വിഭവങ്ങൾ
കായ്ക്കനികൾ കൊയ്യുന്ന മാസമാണ് റമളാൻ. അപ്പോൾ ആരാധനകളിലൂടെ, ഇബാദത്തുകളിലൂടെ നാം മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന റമളാനിൽ നമുക്കൊരുപാട് പാപമോചനം, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാം അള്ളാഹു നമുക്ക് നൽകും. നമ്മുടെ ശാരീരികമായും മാനസികമായുള്ള എല്ലാവിധ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എല്ലാവിധ സന്തോഷത്തിനും അത് കാരണമായി മാറും. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസം എല്ലാ നിലയ്ക്കും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യങ്ങളൊന്നും ചെയ്യാതെ നല്ലത് മാത്രം പ്രവർത്തിക്കാൻ നാം തയ്യാറായാൽ 75% നമുക്ക് നല്ലത് ചെയ്യാൻ കഴിയും. അപ്പം 100ക്ക് 100% ഒരാൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്, നടക്കാത്ത കാര്യമല്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടും ചില ഇടപെടലുകൾ കൊണ്ടും ചില ജോലി സംബന്ധമായും മറ്റുമൊക്കെ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ ജീവിതത്തിലേക്ക് വന്നുകൂടാം. എങ്കിലും നാം ശ്രദ്ധിച്ചാൽ 75% നന്മ ചെയ്യാൻ ഓരോ ദിവസവും നമുക്ക് കഴിയും. അത് മതി. SSLC പാസ്സാവാൻ പണ്ട് 210 മതി. ഇപ്പം അതിൻ്റെ ഡിഗ്രി ഗ്രേഡ് കണക്കിന് ആയപ്പോൾ അതിൻ്റെ കറക്റ്റ് മാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഞാനൊക്കെ പഠിക്കുമ്പോൾ 210 മാർക്ക് മതി SSLC ജയിക്കാൻ, 600 മാർക്ക് വേണ്ട. അപ്പോൾ എന്നതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഒരു മുക്കാഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തിൽ പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ആഫിയത്തും ആരോഗ്യവും മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.